പൗലോസ്ലീഹായെ പറയുന്നുണ്ടല്ലോ, കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും സഹനങ്ങളുടെ കുറവുണ്ടെങ്കിൽ എന്റെ ജീവിതം കൊണ്ട്, എന്റെ സഹനങ്ങളെ കൊണ്ടെങ്കിൽ ഞാനത് നികത്തുന്നു. പിന്നെ വചനത്തിലും ഉണ്ടല്ലോ അങ്ങനെ. അപ്പം അതും അതെങ്ങനെയാ അതിന്റെ മനസ്സിലായില്ല. നമുക്ക് അതുപോലെ മനസ്സിലാകത്തുമില്ല. അതെ, ഒരു ശരിയായി കാണല്ലോ മനസ്സിലായതേ. ഈശോയുടെ ഇതില് ഈശോ ചോദിക്കുന്ന അതാണല്ലോ, എന്നെ പീഡിപ്പിക്കുന്നല്ല ചോദിച്ചത്, സഭയെ പീഡിപ്പിച്ചപ്പോഴേ. അപ്പം അത് പൗലോസ്ലീഹയ്ക്കാണല്ലോ നല്ലപോലെ മനസ്സിലായത്. ആ ഒരു തലവേ പൗലോസ്ലീഹ വഴിയാണല്ലോ അത് വെളിപ്പെടുത്തിയതും. എൻകൗണ്ടർ ചെയ്യുന്ന സമയത്തല്ലേ ആ ടോർച്ചറിങ് ചെയ്തപ്പോഴാണല്ലോ, സഭയെ പീഡിപ്പിച്ചപ്പോഴാണല്ലോ അങ്ങനെ മനസ്സിലാകുന്നതേ. അപ്പം അത് സഭയിലെ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളുടെ കുറവിനെ പരിഹരിക്കുന്നു. അങ്ങനെ അന്നേരം തന്നെ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാമല്ലോ ഈശോയെ ഭൗതിക ശരീരത്തിലെ ഉള്ള സഹനങ്ങളെ. അത് നമുക്ക് ഒരു തിയോളജിയിൽ കുറച്ചുകൂടെ ഉള്ള ഒരെണ്ണം കൂടെ വേണം. ഈശോയുടെ ശരീരത്തെക്കുറിച്ച് തന്നെ 5 ശരീരത്തെക്കുറിച്ചും കൂടെ അങ്ങനെ പറയുന്നുണ്ട് ഈശോയ്ക്ക്. ഈശോയുടെ ഒരു ഫിസിക്കൽ ബോഡിയുണ്ട്, മിസ്റ്റിക്കൽ ബോഡിയുണ്ട്, അങ്ങനെ ഒരു 5 അതിൻ്റെ എല്ലാം ഞാൻ ഓർക്കുന്നില്ല. അപ്പം അത് ഈശോ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇപ്പോഴത്തെ ശരീരമല്ലല്ലോ, അതാ ഫിസിക്കൽ ബോഡി. ഈശോയ്ക്കുണ്ടായിരുന്ന ഈ 33 വർഷം ഉണ്ടായിരുന്ന അത് ഫിസിക്കൽ ബോഡിയാണ്. ഇപ്പം ഈശോയുടെ ശരീരമായിരിക്കുന്നത് ഇപ്പം നമ്മളെ സഭ ശരീരമായിരിക്കുന്നത് മിസ്റ്റിക്കൽ ബോഡി എന്നാണ് അതിനെ പറയുന്നല്ലോ. പക്ഷെ മിസ്റ്റിക്കൽ ബോഡി ആ ഫിസിക്കൽ ബോഡി അല്ല. അങ്ങനെ 5 ഉണ്ട്. അതിന്റെ ലിസ്റ്റ് ചെയ്യാൻ ഇപ്പൊ എനിക്കറിയത്തില്ലേ. നമ്മളെല്ലാം ഇങ്ങനെ കൂടുന്നതാണ് ക്രിസ്തു എന്ന് പറയാൻ പറ്റുമോ? നമ്മളിവിടെ കൂടുന്ന ക്രിസ്തു സഭയാണ് അവന്റെ പെർഫെക്ഷൻ എന്ന് പറയുമ്പോഴേ ഒരു കോൺഗ്രിഗേഷനെ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചറിയുമല്ലേ. എല്ലാരും അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഓരോ വ്യക്തികളും കൂടെ വിജാതീരും അവന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്നുള്ള ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നില്ലേ. അവരും ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് ഉള്ള അങ്ങനെ എല്ലാരും വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെ. അത് സഭയിലാ അല്ലേ. അതിനകത്ത് സഹനങ്ങളുടെ കുറവ് കാണും. അങ്ങനെ മിസ്റ്റിക്കൽ ബോഡിയിലെ ഈശോയുടെ കുരിശിലെ മരണത്തിന്റെ സഹനമല്ല, നമ്മുടെയും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ ഈ സഹനത്തിന്റെ. ഫിസിക്കൽ ബോഡിയിലുള്ള സഹനമല്ല, മിസ്റ്റിക്കൽ ബോഡിയിലുള്ള സഹനം, അതിന്റെ കുറവ്. അത് നമ്മളൂടെ വന്നപ്പോഴാണല്ലോ അതായത്. അപ്പൊ അത് അതിന്റെ സഹനത്തിന്റെ കുറവ് കാണുകയെ. അങ്ങനെ ആ മിസ്റ്റിക്കൽ അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവേ നമ്മളൂടെ വന്ന ഇതാണല്ലോ, അത് നികത്തപ്പെടേണ്ടത് കാണുവേ. ഫിസിക്കൽ ബോഡിയിലുള്ള സഹനങ്ങൾ കുരിശുമരണത്തിൽ തന്നെ പൂർത്തിയായി. ഫിസിക്കൽ ബോഡിയിലുള്ള സഹനം ഇപ്പോഴും നിലനിൽക്കുക. പൗലോസ്ലീഹ പോലെ നമ്മൾ ഓരോരുത്തരും അതാണ് സഹനങ്ങള് വിശുദ്ധ സഹനം വഴിയേ ഈ പരിഹരിക്കപ്പെടുന്നത്. രക്ഷാകര സഹനം എന്ന് പറയുന്നില്ലേ. പൗലോസ്ലീഹയ്ക്കാണ് റോമാലേഖനം 5 പറയുന്ന അതാണല്ലോ. 1 തൊട്ട് 5 അധ്യായം 1 തൊട്ടുള്ള 5 അതിനകത്ത് അങ്ങനെ സഹനം നമ്മളെ സ്റ്റെപ്പ് പറയുമല്ലോ. ഇങ്ങനെ നമ്മുടെ ക്യാരക്ടറിനെ ഇത് ചെയ്യുന്നു. അത് പ്രത്യാശ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്ദൂരൻ സ്ഥിരതയോ അത് കഴിഞ്ഞിട്ടാണല്ലോ അത് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നു. പ്രത്യാശ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നും പറഞ്ഞോണ്ടേ അത് ദൈവസ്നേഹം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വഴി ചൊരിയപ്പെടുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ ആ സ്റ്റെപ്പിലാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു സഹനം ഉണ്ടല്ലോ, അവിടെ സഹനമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ മെമ്പേഴ്സും ആയി കഴിയുമ്പോഴല്ലേ, അത് കാലഘട്ടത്തിലല്ലേ അത് വരത്തുള്ളൂ. കാരണം ഈശോയുടെ ഭൗതിക ശരീരം അങ്ങനെ മുന്നോട്ട് അങ്ങനെ വരുമല്ലേ. അപ്പൊ അന്നേരം അതിനകത്തൊരു എന്തോ ഒരു സഹനത്തിന്റെ കുറവുണ്ടെന്നാണല്ലോ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുന്നതേ. അത് ഓരോരുത്തർക്കും കാണും പങ്കെടുത്ത്. ചിലപ്പം അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് വിളിക്കപ്പെട്ടവരും കാണാവേ. അതായിരിക്കും ഈശോ അന്ന് ഈശോയുടെ ഫിസിക്കൽ ബോഡിയിൽ ഈശോയുടെ സഹനം അത് പൂർത്തിയാണ്. സഭ ഇപ്പോഴും തീർത്ഥാടകയും കൂടെ സിന്നേഴ്സ് ആണല്ലോ അതിനകത്തുള്ളത്. അത് പക്ഷെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നതാണ്. അത് മിസ്റ്റിക്കൽ ബോഡിയാണ്. ആ മിസ്റ്റിക്കൽ ബോഡിയിലെ സഹനങ്ങള്
ആവശ്യമുണ്ടെന്നാണ് പൗലോസ് ഇങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതുകൂടി. ആ അത് ആ സഹനം പൂർത്തിയായിട്ടില്ല. ആ അങ്ങനെ ഒരു ഈശോ എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശോ ഉണ്ടല്ലോ. ആ അങ്ങനെ ഉം. അത് ഭൗതിക ശരീരത്തിന്റെ സഹനങ്ങളാണ്. അത് നല്ലപോലെ കുറെ വായിച്ചു വരുമ്പോൾ ഭൗതിക ശരീരത്തിലെ അംഗങ്ങള് ആ സഹിച്ച് അതിനോട് അത് ചേർത്ത് പരിഗണിക്കേണ്ടതായിരിക്കും ഈശോയോട് കൂടി ചേർന്നേ. ആ. കുറെ കൂടെ ധ്യാനവും പരിഗണനയും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം അങ്ങനെ ഉം. കുറെ കൂടെ പിന്നെ എന്തോ ഈശോയുടെ സ്ഥാനം പിന്നെ ഒരു കെയ്റോസിലായിരിക്കാം. അത് ക്രോണോസിലെ ഒരു അസിമിലേഷൻ എന്ന് പറയുന്ന പോലെ ആക്ച്വലൈസേഷൻ നടക്കുന്നതിന്റെ ഉണ്ടോ വേറെ? അങ്ങനെ കാണും. അതിൻ്റെ ഒക്കെ നമുക്കത് ചിലപ്പം ഒരു ധ്യാനിച്ചാലേ കിട്ടത്തുള്ളൂ. അതെ, ഇത് തന്നെ ഈ വ്യത്യാസം തന്നെ ഒന്നും മനസ്സിലാകുന്നല്ല ഫിസിക്കൽ ബോഡിയിലെ സഹനത്തിന്റെ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ആദ്യത്തെ സ്റ്റെപ്പേ അതെ അതെ ഫിസിക്കൽ ബോഡി. അങ്ങനെ 5 ശരീരത്തെ കുറിച്ച് ഞാൻ എപ്പോഴോ ആരോ പറയുന്നത് കേട്ടെ. വിശുദ്ധ കുർബാനയിലെ ആ അങ്ങനെ ഒരെണ്ണം കാണും. യുക്കരിസ്റ്റിക് ബോഡിയാന്ന് തോന്നുന്നു. ഉം. നമുക്ക് തന്നെ ആലോചിച്ചാൽ ഓരോന്ന് കിട്ടും. ജപത്തില് ആ വചനവും കാണും. വചനം ഒരു ബോഡിയാന്ന് തോന്നുന്നു. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങനെ പറയാം. ഉയർത്ത് എഴുന്നേറ്റ് ഈശോയുടെ ഒരു ഗ്ലോറിഫൈഡ് ബോഡി അല്ലേ? ആ ബോഡി പരിഗണിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് കുർബാനയിലെ ശരീരം ഈശോ. അതറിയത്തില്ലേ. അത് വേറെ അങ്ങനെ ഗ്ലോറിഫൈഡ് ബോഡി അങ്ങനെ പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ലേ. ഈ 5 ഉം. വചനമായിരിക്കും ചോദിച്ചോട്ടെ. ആ യുക്കരിസ്റ്റിക് ബോഡി ഉണ്ടെന്ന് തോന്നുന്നു. കുർബാനയെ കുറിച്ച് പോലും ഈ ഈശോ ഉദാശ സ്ഥാപിക്കുമ്പോൾ ഈശോയുടെ അന്നേരത്തെ ശരീരം അല്ലല്ലോ തരുന്നത്. ഈശോ പറയുന്നത് ഈ ശരീരം ആയിട്ടല്ല പറയുന്നത്, കുരിശിൽ അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാണ്. ആന്റിസിപ്പേറ്റ് ചെയ്ത് ആ പറഞ്ഞല്ലേ. ആ കുരിശിൽ അർപ്പിച്ച ശരീരമാണ് എന്ന് പറഞ്ഞാൽ അത് പാവത്തോട് എന്നേക്കും മരിച്ച ശരീരമാണ് നമുക്ക് തരുന്നത്. അങ്ങനെയുണ്ട്. അർപ്പിച്ച ശരീരമാണ്. ആ. ഈശോയെ. ആ ഒരു മെറിറ്റ് തന്നെയാണ് മാതാവും ഇമാക്കുലേറ്റ് ആയിട്ട്. ഈശോയുടെ സഹനത്തിന്റെ യോഗ്യതകളാലാണല്ലോ. ആ മുൻകൂറായിട്ട് തന്നെ അങ്ങനെ വന്നതാണോ? മുൻകൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നാളൊരു എക്സാമ്പിൾ പറയല്ലേ, വണ്ടിയുടെ പഴയ വണ്ടികളെ അല്ല ഇപ്പം നമുക്ക് കാറൊക്കെ അല്ല ഈ ബസ്സൊക്കെ ആണേലേ ബസ്സിന്റെ ചക്രത്തിന്റെ ഫ്രണ്ടിലാണല്ലോ ഡ്രൈവർ ഇരിക്കുന്നത്. ആദ്യം ഡ്രൈവർ വന്നെന്ന് പറഞ്ഞാൽ ചക്രത്തിന് മുമ്പ് ഡ്രൈവർ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ചക്രം വന്നതുകൊണ്ടാണ് ഡ്രൈവർ ഈ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ പീഡാനുഭവത്തിൽ ഇപ്പൊ നമ്മളെ സമയത്തിലും കാലത്തിലും ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കത് പിടികിട്ടാത്തത്. ചക്രം മനസ്സിലായോ? കിട്ടിയോ? പിന്നെ മാതാവിന്റെ ഒരു നമ്മുടെ ഇതിനകത്തൊരു അത് പിന്നെ നമുക്ക് പറയാം, അത് ഒരു ഗിവൺ ഇന്നസെൻസും അറ്റൈൻ ഇന്നസെൻസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആദത്തിനും ഒവ്വായിക്കുമൊക്കെ നൽകപ്പെട്ട ഒരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തി ഇതിന് ശേഷം പിന്നെ മനുഷ്യവർഗത്തിൽ ഈ നൽകപ്പെട്ട നിഷ്കളങ്കത മാതാവിന് കൊടുക്കപ്പെട്ടതായിരിക്കുവേ. എന്ന് പറഞ്ഞാൽ ഗെയിൻ ചെയ്യേണ്ട അറ്റൻഡ് ചെയ്യേണ്ട ഒരു നിഷ്കളങ്കതയുണ്ട്. പാവത്തോടെ എന്നേക്കും മരിച്ച് പറഞ്ഞവേ ഉണ്ടാകുന്ന ഒരു നിഷ്കളങ്കത, അത് മാതാവ് ഒരു മെരിറ്റായിട്ടും അങ്ങനെ ഒരു നിഷ്കളങ്കത മാതാവ് ആർജിച്ചിട്ടും കാണും. അങ്ങനെ ഇപ്പം അതൊരു 3-4 പോയിന്റ് ഉണ്ട്. അത് ഞാൻ പിന്നെ നമ്മൾ പറയുന്നത് 4-5 പോയിന്റ് ഉണ്ട്. അത് ഭയങ്കര പോയിന്റുകളത്. അറ്റൈൻ ചെയ്യുന്നതേ. മറ്റേത് നമുക്ക് ഗിവണ. ഈ അറ്റൈൻ ചെയ്തത് മാതാവിനെ എന്നേക്കുമായിട്ടേ കനോട്സിൻ സ്റ്റേറ്റിലേക്ക് വരുന്ന ഇന്നസെൻസ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ്. ക്യാൻസിൻ സ്റ്റേറ്റിൽ നിന്ന് ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന നിഷ്കളങ്കതയ്ക്ക് ഒരു പാപം ചെയ്യുന്നില്ലെങ്കിലും ചെയ്യാൻ സാധ്യതയിലായിരുന്നു. അത് ആദത്തിന്റെ അവയുടെ നിഷ്കളങ്കത. അവർ ഇന്നസെന്റ് ആയിരുന്നു എന്നാണല്ലോ പറയുന്നത് പാപത്തിന് മുമ്പ്. അതൊരു ഗിവൺ ഇന്നസെൻസ് ആയിരുന്നു. അത് ഈ പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നിഷ്കളങ്കതയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് പോകാൻ സാധ്യതയുള്ള ഒരു നിഷ്കളങ്കതയെ, ഒരു കനോട്ട് സിൻ സ്റ്റേറ്റിലെ നിഷ്കളങ്കതയല്ല, പാപം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു നിഷ്കളങ്കതയില്ലേ, അത് നമ്മൾ ആർജിക്കേണ്ടതാ. കിട്ടുന്നുണ്ടോ ജോസിനെ?
ഇത് നിത്യമായിട്ടുള്ളതാ ഇപ്പൊ പറയുന്നത്. രണ്ടാമത്തെ നിത്യമായിട്ടുള്ളത് അത് നമ്മുടെ മെരിറ്റിലും കൂടി അത് കിട്ടുന്നത്. നമ്മുടെ കോപ്പറേഷൻ ഉണ്ട് അതിനകത്ത്. മറ്റേ ഗിവണ അതിലെപ്പോഴാണ് വീഴാ? അതിനകത്ത് ഒരു ഇതാ ഡസ് നോട്ട് സിൻ ആണ് നൽകപ്പെട്ടപ്പോ, പക്ഷെ ക്യാൻ സിൻ സ്റ്റേറ്റില. കനോട്ട് സിൻ സ്റ്റേറ്റിലല്ല. അങ്ങനെ അങ്ങനെ ഒരു 4-5 എണ്ണം ഉണ്ട്. അത് ഞാൻ മറന്നുപോയി ഇപ്പം പറയാനേ. ഇപ്പം പറയേണ്ടത് വർക്കിലുള്ളത് ആയതുകൊണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാ പറയുന്നത്? ഇപ്പം നമുക്ക് നിഷ്കളങ്കത കാണത്തില്ല. നിഷ്കളങ്കത നമുക്ക് ഇനി അറ്റൈൻ ചെയ്യണം. ഇന്നസെൻസ് എന്ന് പറയുന്നത്, നിഷ്കളങ്കം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത് അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഒരു ഡെസ്നോർസിൻ സ്റ്റേറ്റിലെ പാപം ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊരു പാപം ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എപ്പം വേണേലും പാപം ചെയ്യാൻ സാധ്യതയില്ലാതെ നിൽക്കും നമ്മള്. ഒരു നമ്മളിപ്പം പാപം ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡസ് നോട്ട് സിൻ എന്നുള്ളൊരു അല്ല ഡു നോട്ട് സിൻ, ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിങ്ങനെ നേരെ അങ്ങനെ പോകാം. പാപം ചെയ്യാതെ പോകുന്ന ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഉറപ്പില്ല. കനോട്ട് സിൻ സ്റ്റേറ്റ് ആണ്. എപ്പം വേണേലും പാവം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യാനുള്ള സാധ്യതയിലാണ്. ഒരു ക്യാൻസിൻ സ്റ്റേറ്റിലാണ് അത് പോകുന്നത്. പക്ഷെ നമ്മൾ ആർജിക്കേണ്ടത്, നമ്മൾ ഉറപ്പാക്കേണ്ടത് ഒരു കനോട്ട്സിൻ സ്റ്റേറ്റ് ആണ്. പാവം ചെയ്യാനേ ഈ ക്യാൻസിൻ സ്റ്റേറ്റില്, അതായത് പാവം ചെയ്യുന്നില്ല പക്ഷെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. ആ ക്യാൻസിൻ സ്റ്റേറ്റില് ഒരു ആത്മാവ് അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതൊരു ഭയങ്കര ഒരു കനോട്ട്സിൻ സ്റ്റേറ്റിലോട്ട് കേറിയിട്ടില്ല, പക്ഷെ എന്നാ പാവം ചെയ്യുന്നുമില്ല, സ്റ്റേറ്റ് ഓഫ് ഗ്രേസിലാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഗ്രേസിലാന്ന് പോലും പറയത്തില്ല. അത് പറയത്തില്ലല്ലേ, ഒരു സാധ്യത കിടക്കുവാ. പിന്നെ അപ്പൊ അങ്ങനെയുള്ള ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഭയങ്കര പതറ്റിക് ആയിരിക്കും. ആണോ? അങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോഴേ. ദൈവത്തിന് അറിയായിരിക്കും ചിലപ്പം അവൻ അങ്ങനെ ചെയ്യാതെ ഇരിക്കാൻ, അവന്റെ ആ അവസ്ഥ വെച്ച്. പക്ഷെ അവൻ ആ അവസ്ഥ ഇടേണ്ട കാര്യമില്ല. നമ്മളെ ആ അവസ്ഥയിൽ പോകാന്ന് പറഞ്ഞാല് അതാ നമ്മളിപ്പോ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിൽ ആ ഒരു അവസ്ഥയിലാണ്. ഓരോ കുമ്പസാരം കഴിയുമ്പോഴേ ആ അവസ്ഥയിൽ പോകാന്ന് പറയുന്ന ഈ കനോട്ട്സിൻ സ്റ്റേറ്റ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർക്കുണ്ടാകുന്നതാണ്. അതെ, അങ്ങനെയാ യോഹന്നാശ്ലീഹ പറയുന്നേ. ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവന് ദൈവത്തിന്റെ സീഡുണ്ടെന്നാ പറയുന്നത് വചനം. അപ്പൊ അങ്ങനെ അവസ്ഥ വരണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഡസ് നോട്ട് സിൻ സ്റ്റേറ്റിൽ അങ്ങനെ അൺഎൻഡിങ് ആയിട്ട് പോയാൽ പോരാ. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലേ? അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് അവന് അധികാരമല്ലേ തന്നിട്ടുള്ളൂ. അത് അവസാനത്തെ, അതാ കാറ്റീസൊക്കെ പറയുന്ന അവസാനം നമ്മുടെ ക്ലിനിക്കൽ ഡെത്ത് വരെ അതിന് അവസാന സൈൻ ഇടുക. അവസാനം നമ്മൾ കനോട്ട്സിൻ സ്റ്റേറ്റ് ആയിട്ട് അങ്ങനെ പോയാൽ പോരാ. നമ്മൾ നല്ലപോലെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കറിയണം, നമുക്ക് തന്നെ ഇങ്ങനെ ഒരെണ്ണം വേണ്ടാന്ന് അറിയണം. ഈ പാവേ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആവണം. നമുക്ക് ഒരു ബോധം വേണം. അത് അങ്ങോട്ട് പരിഗണിക്കുക പോലും ആ ഒരവസ്ഥ കിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് നല്ലപോലെ അറിയാം. നമ്മളിങ്ങനെ ഒരു തരം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പോക്കായിരിക്കും, ഒരു ബെറ്റർ ഗോയിങ് ആയിരിക്കും, പക്ഷെ ബെസ്റ്റ് ഗോയിങ് ആയിരിക്കുകയല്ല. പാപം ചെയ്യാതൊക്കെ ആയിരിക്കും അങ്ങ് പോകുന്നത്, ഒരു സുഹൃത്തുമൊക്കെ ചെയ്തൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഈ അവസ്ഥ വരുന്നില്ല. അവൻ പാവം ചെയ്യുന്നില്ല, അവന് പാവം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മാതാവിന്റെ ഒക്കെ ഒരു അവസ്ഥയെ അത് വരണം. അത് കനോട്ട്സിൻ സ്റ്റേറ്റില് ഡെത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അല്ല, നമ്മൾ ആദ്യം പറയുന്ന റോമാലേഖനത്തിലെ ഇതില്ലേ, ഈശോയുടെ പാവത്തോടെ എന്നേക്കും മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്ന അവസ്ഥ, അത് നമ്മൾ തെളിയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മാമോദീസായിൽ അത് സ്വീകരിച്ചിട്ട് നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പാവത്തോട് മരിച്ചെന്ന് പറഞ്ഞിട്ട് പാവത്തിനോട് ഈ പൗലോസ്ലീഹ പറയുന്നില്ലേ, ഒത്തിരി പാവങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ഈ പാവത്തിൽ നിന്ന് മരിച്ചെന്ന് ചോദിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ പറ്റത്തില്ലല്ലോ. പാവത്തോട് മരിച്ചത് തന്നെ അങ്ങനെ അല്ലേ? അതെ അതെ. ഈ ക്യാൻസിൻ സ്റ്റേറ്റിൽ നിന്ന് കനോട്ട്സിൻ സ്റ്റേറ്റിലോട്ട് എങ്ങനെയാണ് നമ്മൾ അത് നമ്മുടെ ഉള്ളിലെ പ്രോസസ്സിൽ അറിയാം. നമ്മൾ അതുപോലെ ഉറപ്പിക്കണം ഓരോ കാര്യങ്ങളും. അതാ ഇന്നലെ പറഞ്ഞ കൺവേർഷന്റെ ഒക്കെ സ്റ്റെപ്പ് എന്ന് പറയുന്നതേ, നമ്മുടെ ഉള്ളില് ആ മുഴുവൻ സാധ്യത അടച്ചിട്ടേ നമുക്കങ്ങ് എന്തോ പത്രോസ് പറഞ്ഞ പോലെ ആണോ? ഏതാമനെ പത്രോസ് ഈശോയോട് പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരവസ്ഥ അങ്ങേക്കറിയാവല്ലോ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു സാധ്യത നമുക്ക് നോക്കിക്കഴിയുമ്പോഴേ ഒരു സാധ്യത പോലും ഇല്ലാതെ നമ്മൾ കൊതിയോടെ പുണ്യം ആഗ്രഹിക്കുന്ന ഒരു തലവേ
മാതാവിനെ ഒക്കെ വെച്ച് ചിന്തിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ദുർബലതകൾ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഓരോന്നുവേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഓരോന്നിങ്ങനെ കിടക്കുന്നതെന്നേ. അപ്പൊ നമ്മൾ എന്തോ ഈ കനോട്സിംഗ് സ്റ്റേറ്റിലോട്ട് കയറിയിട്ടുണ്ട്, പിന്നെ കുമ്പസാരിക്കേണ്ട ആവശ്യം അങ്ങനെ കുമ്പസാരിക്കേണ്ട ആവശ്യം അത് മനുഷ്യൻ ഇതായതുകൊണ്ടേ നമ്മുടെ സഭയുടെ ഇത് ആ വ്യവസ്ഥകൾ ചിലപ്പോൾ നമ്മൾ പൂർത്തിയാകേണ്ടി വരും. പക്ഷെ അതിന്റെ ആവശ്യം കാണത്തില്ല ആസച്ച്. പക്ഷെ നമ്മളൊരു ഒരു സിസ്റ്റത്തിലാണല്ലോ, ദൈവത്തിന്റെ ഒരു ക്രമത്തിലായതുകൊണ്ട് അങ്ങനെ ഗ്രോത്തുമാണല്ലോ. സഭയിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് നല്ലപോലെ ഒരവസ്ഥയായിട്ട് കയറി വരണം. ഇങ്ങനെ നമ്മളിപ്പം പാവത്തോട് മരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് തീഷ്ണതയോടെ നമ്മള് അങ്ങനത്തെ എല്ലാ സാധ്യതകളും അടച്ച് എല്ലാ കുമ്പസാരവും ഒക്കെ നടത്തി അങ്ങനെ വരുന്നു. അന്നേരത്തേനും ഈ ഇതിന്റെ അകത്ത് ഈ രണ്ട് കാര്യങ്ങളും വേണോ ആയിരിക്കും അല്ലെ? ഈ പാവത്തോട് മരിച്ചെന്ന് പറയുമ്പോഴത്തേനും ഒന്ന് നമ്മുടെ ഈ പാവം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് അത് കഴിഞ്ഞിട്ട് നന്മയിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു തീഷ്ണതയും ഒന്ന്. രണ്ട്, ഈ പറയുന്നത് പോലെ സാരമില്ല, അത് ഒന്ന് സ്നേഹമാണ് ഇതിന്റെ എല്ലാം പൂർണ്ണതയെ. ഈ സ്നേഹത്തിന്റെ നമുക്ക് മനസ്സിൽ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു പ്യൂരിറ്റിയുടെ കാണത്തുള്ളേ. സ്നേഹമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ദൈവത്തിന്റെ സബ്സ്റ്റൻസ് സ്നേഹമാണല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചെന്ന് പറഞ്ഞാല് സ്നേഹക്കുഞ്ഞായിട്ട് ജനിച്ചെന്ന അതിന്റെ അർത്ഥം. അതാണ് നമ്മൾ ഏറ്റവും അഗാധത്തിൽ ഇനി എടുക്കേണ്ട ഓർണമെന്ന് പറയുന്നത് അതാണേ. ഈ സ്നേഹത്തിനെതിരായിട്ട് നമ്മുടെ ഉള്ളിലൊരു അരിശം പോലും കയറി വരരുത്. പിന്നെ നമ്മളെ ഇപ്പം ആ ഒരു അരിച്ച സാധ്യത പോലും നമ്മൾ ഇടരുത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രകോപനം ഉണ്ടായി നമ്മൾ പെട്ടെന്ന് തനി സ്വഭാവം പ്രകടിപ്പിക്കുമല്ലേ. എന്നെ ഒരാളത്തെ ആള് ജോർജ് കുട്ടി അടുത്ത ആളെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്ത് കഴിയുമ്പോഴത്തേനും അന്നേരം നമ്മുടെ തനി സ്വഭാവത്തിലേക്ക് നമ്മൾ വരുക. ഈ മൂഷികശ്രീ എന്ന് പറഞ്ഞതുപോലെ അത് ഉണ്ടാകരുത് ജോർജ് കുട്ടി. അതുണ്ടാകാതെ അത് സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഇംഗ്ലീഷില് ലവ് ഇറ്റ്സ് ഓൺ വേന്ന ലവ് ഡസ് നോട്ട്. ഇപ്പൊ നമ്മളെ സ്നേഹം അതിന്റെ ഡസ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ വേന്ന പറയുന്നത്. സ്നേഹത്തിന്റെ അതുപോലും അത് മറ്റുള്ളവരിൽ ഇമ്പോസ് ചെയ്യത്തില്ല. അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മള് ഓർമ്മ പോവുകയാണല്ലോ ആ സ്നേഹത്തിന്റെ നമ്മൾ പോകുന്ന ആ സ്നേഹത്തിന്റെ അത് മറ്റുള്ളവരിലോട്ടേ അതുപോലും ഇമ്പോസ് ചെയ്യരുത്. ലവ് ഡസ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ വേ എന്നാ പറയുന്നത്. അങ്ങനെ അത് അത്ര ഒരു സ്നേഹത്തിന്റെ ഒരാളൊരു പോകുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, ഒരു സ്നേഹം പോകുന്ന ലവ് ഡസ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ വേ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ ഇപ്പം ചെയ്യുന്ന നമ്മൾ ഓക്കെ സ്നേഹത്തിന്റെ ആളാ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ആളും ചെയ്യണമെന്ന് നമ്മള് പിടിവാശി പിടിക്കരുതെന്നേ ഇപ്പം പെട്ടെന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മളെ ലൈറ്റ് ആക്കുന്ന ജോർജ് കുട്ടി. കാരണം മറ്റവൻ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ സ്നേഹമായിട്ട് തന്നെ, അല്ല നമ്മൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വചനം എഴുതുന്ന അങ്ങനെ പറയുന്നതല്ല. നമ്മുടെ തന്നെ ഒരു രീതിയിൽ മറ്റവനും ചെയ്യണമെന്നേ അങ്ങനെ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ സ്നേഹത്തിന്റെ ഗുണങ്ങൾ നോക്കിയാൽ മതി. അത് നോക്കിക്കഴിയുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ ഏതൊരു വീഴ്ചയുടെയും പുറകെ പിന്നെ നോക്കിയോ, ആദ്യം എപ്പോൾ നമ്മുടെ സ്നേഹത്തിന് വീഴ്ച ഉണ്ടാകുമ്പോഴാണ് കുറച്ചു കാലം കഴിയുമ്പോൾ പ്യൂരിറ്റിക്ക് പോലും വീഴ്ച ഉണ്ടാകും. അത് ഭയങ്കരമായിട്ട് നോക്കിക്കോണം. സ്നേഹം ഒരിക്കലും നമ്മളില് അത് ഭയങ്കര തീരുമാനം എടുത്തോണം ജോർജ് കുട്ടി. സ്നേഹത്തിനെതിരായിട്ട് അതിന് സഹിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ അരിശം വരും. ഇപ്പൊ നമ്മുടെ നേച്ചറിൽ നമുക്ക് നമ്മൾ കുറെ ബ്രൈറ്റ് ഒക്കെ ആയിരിക്കുവേ. അപ്പൊ നമ്മൾ അടുത്ത ആള് ആ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മളോട് പ്രവർത്തിക്കാൻ ഡിമാൻഡ് ചെയ്യും. അത് നമുക്ക് അന്നേരം അത് പ്രവർത്തിച്ചില്ല, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അന്നേരം നമ്മൾ ഈ കയറുന്ന അരിശവാ. നമുക്ക് നഷ്ടപ്പെടുന്ന എന്നാന്ന് ചോദിച്ചാൽ ഉപവി നമുക്ക് നഷ്ടപ്പെടുക. അരിശം നമ്മളിൽ ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഉപവി നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഈ 1 കൊരിന്ത്യർ 13 നോക്കിയാൽ മതി. സ്നേഹം എന്തൊക്കെ ചെയ്യുന്നു, അത് ചെയ്യാതിരിക്കുമ്പോഴെല്ലാം സ്നേഹം കോപിക്കുന്നില്ല. കോപിക്കാതിരിക്കുമ്പോൾ നമ്മൾ സ്നേഹമാവുകയാണ്, കോപിക്കാതിരിക്കുകയല്ല.
അസൂയപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ സ്നേഹമാവുക, അസൂയപ്പെടാതിരിക്കുകയല്ല, ആ സബ്സ്റ്റൻസ് നിലനിൽക്കുക നമ്മളിലേ. അതുകൊണ്ട് നമ്മൾ നോക്കിക്കോണം, സബ്സ്റ്റൻസ് പോകാതെ നോക്കിക്കോണം. ഇപ്പം ചിലപ്പോൾ നമ്മൾ നല്ല ഇതിലായിരിക്കും പോകുന്നത്. നമ്മുടെ ഒരാള് നല്ലൊരു പുതിയൊരു കോട്ടങ്ങ പറഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ പോകുന്ന നമ്മളായിരിക്കും. നമ്മളിൽ അസൂയ ഉണ്ടാകും ചിലപ്പോൾ പെട്ടെന്ന്. അങ്ങനെ ഒരു പോസിറ്റീവ് അസൂയുണ്ട്. കാരണം അതെനിക്ക് പറയാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെ ഒരെണ്ണമുണ്ട്, അത് അവന് പറഞ്ഞല്ലോ, പക്ഷെ അതൊരു പോസിറ്റീവാ, എനിക്കത് അവന് പറയാൻ പറ്റിയില്ലോ. അങ്ങനെ ഒരെണ്ണം കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അല്ലാത്തൊരു അസൂയ ഉണ്ടല്ലോ. അങ്ങനെ അപ്പൊ അങ്ങനത്തെ എല്ലാം നോക്കണം. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കെല്ലാം പറ്റുന്നത് ഉപവിക്ക് നമുക്ക് പരിക്കേൽപ്പിക്കുന്ന എല്ലാവേ നമ്മൾ ശക്കലം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ അരിശം കയറുക. അരിശം പുറത്ത് പ്രകടിപ്പിച്ചില്ലേലും വേറെ പല കാര്യങ്ങളും നോക്കാനുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും കൺസിഡറേ ചെയ്യുന്നില്ല. സ്നേഹത്തെ പറ്റി ഇത് പ്രശ്നമേ ഇല്ലെന്നാ നമ്മൾ തോന്നുന്നില്ല. പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലും. അതെ അതെ ഇപ്പോഴേ അങ്ങനെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് അസ്വസ്ഥത, നമ്മുടെ ശരിക്കുള്ള നമ്മൾ കലക്കം ഉണ്ടാവുമല്ലേ, ഭാഗങ്ങളിലെ ശാന്തത എല്ലാം സമാധാനം പോവുകയാണ്. സമാധാനം സ്നേഹം പോവുകയുള്ളൂ. അന്നേരമാണ് അത് നമ്മൾ സമാധാനം പോകുന്നൊന്നുമല്ല. നമ്മൾ അങ്ങനെ അല്ല, അത് പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേ നമ്മൾ ഈ സ്നേഹം പോയിട്ട് നമ്മൾ വലിയ കുറേസിനെ, ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ സിസ്റ്റം നടത്തുക കുഞ്ഞൊരെണ്ണത്തിന് വേണ്ടി ഒരു പകരം വെക്കുക. പായസം കുടിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ ഒരു അത് ഈ സാലഫുനാളിനൊക്കെ 22 വർഷമൊക്കെ എടുത്ത് ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഓർക്കുന്ന ഈ സാലഫുനാളൻ പുറത്തോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മമാന്നാ. അതല്ല എനിക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഉള്ളിൽ നമുക്ക് തേട്ടി കയറി വരുന്ന ഓർമ്മയുണ്ട്, ഒരു മറ്റുള്ളവരോട് ഒരു ഇഷ്ടക്കേട്. അത് അരിശമാണല്ലോ. അതുപോലും ഉണ്ടാകരുത്. അങ്ങനെ ആത്മാവിനെ ശാന്തമാക്കി ഇടണമേ. അത് ഈശോ പറഞ്ഞ ഞാൻ ശാന്തചീരിന് വിനീത ഹൃദയനുമാന്ന് പറഞ്ഞതിന്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതാ. ആത്മാവിനെ ശാന്തമാക്കിയിടണം അല്ലേ? ആത്മാവിൽ ഉണ്ടാകരുത്. ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അരിശം നമ്മളിൽ ഉണ്ടായില്ലെന്ന് പറയരുത്. അരിശം ഉണ്ടാകുകയും ചെയ്യരുത്. അരിശം ഉണ്ടാകുമ്പോഴേ കെമിക്കൽ നമ്മളിൽ അങ്ങനെ നെഗറ്റീവായിട്ട് പോലും നെഗറ്റീവ് എനർജി ഉണ്ടായി നമുക്ക് ഇതാവുമല്ലേ. അത് അല്ല പ്രശ്നം. നമുക്ക് അങ്ങനെ അരിച്ചൊക്കെ ഉണ്ടാകുമ്പോഴേ വായിക്കാത്ത അതുണ്ട്, കയ്പ് പോലെ അങ്ങനെ കയ്പിന്റെ ഒരു അനുഭവം അല്ലേ, ഭയങ്കരമായി പ്രകാശം നമ്മളിൽ നിന്ന് പറഞ്ഞു പോകുന്നു. കയ്പ് എന്റെ ഒരു കയ്പ് പോലെ. ആ സ്നേഹത്തിന്റെ സ്നേഹം ദയുള്ളതാണ്. ആത്മപ്രശംസ ചെയ്യുന്നില്ല. അതിന്റെ ഇംഗ്ലീഷാണ് നോക്കണം കേട്ടോ. ഇംഗ്ലീഷ് എടുത്ത് ആ വാക്കുകൂടെ നോക്കി അതിന് പഠിക്കണം. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത്ര പോരെന്നാ തോന്നുന്നു. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നാലേ അത് നല്ലപോലെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര, പക്ഷെ അതാണ് ഒരു സ്നേഹവ്രതമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു സ്നേഹവ്രതം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നെല്ലാം നമുക്ക് ഭയങ്കര സൗഖ്യം ഉണ്ടാകുന്നതാണ്. ഒരു സമർപ്പിതൻ ഒരു പ്യൂരിറ്റിക്കെതിരായിട്ടൊരു ലംഘനം ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ എല്ലാവരെയും ബാധിക്കുകയല്ലേ. നമ്മുടെ മാതാപിതാക്കളെ ബാധിക്കുന്നു, നമ്മുടെ സ്വന്തക്കാരെ ബാധിക്കുന്നു, സഭയെ ബാധിക്കുന്നു, ആ ഇടവകക്കാരെ ബാധിക്കുന്നു അല്ലേ. വാസം പറഞ്ഞ പ്യൂരിറ്റിക്കല്ല അവിടെ ലംഘനം ഉണ്ടായിരിക്കുന്നത്, ചാരിറ്റിക്കല്ല ലംഘനം ഉണ്ടാകും. അപ്പൊ അത്ര അങ്ങനെ ഒരു സെൻസിറ്റീവ് ആണ് നമ്മളെ. നമുക്ക് എവിടെ അനുസരണത്തിന്റെ അങ്ങനെയല്ലേ ചെയ്യേണ്ടായിരിക്കുന്നു പറഞ്ഞേക്കുന്ന ഒരു സാധനം നമ്മൾ അറിയാതെ മനസ്സിൽ ലൈറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മള് വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതി ചെയ്യുമ്പോഴും അവിടെ അനുസരണക്കാരല്ലോ ചാരിറ്റിയെ ലംഘിക്കപ്പെടുന്നേ. സത്ത സ്നേഹമാണല്ലോ. നമുക്ക് നഷ്ടപ്പെടുന്ന സത്തയാണ് ജോർജ് കുട്ടി. നമുക്ക് ആ വലിയ നഷ്ടം വരുന്ന നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഈ ഇവാഞ്ചലിക്കൽ കൗൺസിൽസ് ഈ സ്നേഹത്തിൽ കോടിയേഴ്സ് നിൽക്കുന്നതാണോ? അല്ലാതെ എല്ലാത്തിന്റെയും നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹൊബിയ സ്നേഹത്തിലല്ലേ നിൽക്കുന്നേ. നമ്മുടെ ഇതുപോലും നല്ലപോലെ നോക്കിക്കഴിഞ്ഞാലേ ദൈവിക പുണ്യങ്ങൾ മൂന്നും വിശ്വാസം, പ്രതീക്ഷ, ഉപവി എന്ന് പറയുന്നതിൽ ഉപവിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ അതാ അല്ലേ യഥാർത്ഥത്തിലേ. അല്ലാതെ ദൈവം ഉണ്ടെന്നുള്ളതൊന്നും അല്ലല്ലോ യഥാർത്ഥ വിശ്വാസമേ. അത് വിശ്വാസികളും വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ സ്നേഹത്തിൽ അതാ യോഹന്നാൻസിലെ എഴുതുന്നത്. അതും ഈ ലേഖനത്തിലെയും വചനത്തിന്റെ അർത്ഥം കിട്ടണമെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഉപവിയിലേക്ക് തിരിച്ചു വന്നാൽ അത് തന്നെ കിട്ടത്തുള്ളൂ. അന്നേരം പോലീസില് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കേ സ്നേഹത്തിലാണ് നമ്മൾ വിശ്വസിച്ചേ. അതാ നമുക്ക് ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതും ആ സ്നേഹം നമുക്കെല്ലാം ആ സ്നേഹത്തിലുള്ള പ്രത്യാശയാണ് നമ്മളെ എല്ലാവരും. യഥാർത്ഥത്തിൽ ഉപവി തന്നെയാണിത്.
വിശ്വാസവും പ്രതീക്ഷയും എല്ലാവേ. അത് ഇവാഞ്ചലിക്കൽ കൗൺസിലിംഗും അല്ലാതെ ദൈവത്തിന്റെ സത്ത സ്നേഹമാണെന്ന് ഓർക്കണേ. സത്തയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞാണ് സ്നേഹക്കുഞ്ഞ്. സ്നേഹക്കുഞ്ഞിന് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. കനോട്ട എങ്ങനെ ചെയ്യാൻ പറ്റും? 10 കൽപ്പനകളിൽ എന്തെങ്കിലും ലംഘിക്കാൻ പറ്റുമോ അവന്? അങ്ങനെ അതാണ് അവിടെ മോഹത്തിന് പോലും. മോഹം നമ്മൾ നോക്കുമ്പോൾ ലൈറ്റായിട്ടേ, അതാണ് 10 കൽപ്പനകളിൽ ലൈറ്റായിട്ട് നമുക്ക് ചില തോന്നുവേ. 9ഉം 10ഉം പ്രമാണങ്ങളൊക്കെ വലിയ ഗൗരവമായിട്ട് നമ്മൾ എടുക്കത്തില്ലല്ലോ. ലൈറ്റാ. കള്ളസാക്ഷ്യം പറയരുത്. നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അതൊക്കെ അതെല്ലാം ലൈറ്റായിട്ട് എടുക്കുന്നു. പക്ഷെ ഇതൊന്നും ലംഘിച്ച എല്ലാം ലംഘിക്കുക. ഉപവിയാണ് ലംഘിക്കപ്പെടുന്നത്. അതാ ഈശോ പഴയ നിയമത്തെ മുഴുവൻ സംഗ്രഹിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്? ഈ 2 പ്രമാണങ്ങളിൽ പഴയ നിയമം അടങ്ങിയിരിക്കുന്നെന്നാണ്. നിയമവും പ്രവാചകന്മാരും. പുതിയ നിയമത്തിലെ സ്നേഹത്തിന്റെ കൽപ്പനയിൽ യോഹന്നാൻ ലേഖനത്തിലെ ദൈവം അടങ്ങിയിരിക്കുന്നെന്നാണ്. ഗോഡ് അബൈഡ്സ് ഇൻ ദിസ് കമാൻഡ്മെന്റ്. അങ്ങനെ ഇത്രയും വ്യത്യാസവും. നമ്മള് പാവത്തോട് മരിച്ചെന്ന് പറഞ്ഞ ബദറെ, അങ്ങനെ ഉള്ള ആ നമ്മളിപ്പോ കുറെ നാൾ അങ്ങനെ നിലനിന്നു എന്ന് പറഞ്ഞാലും എന്താ പറയുന്ന ഓർത്തത്, അതിന്റെ അകത്തുള്ള ഭയങ്കരമായ ആ സ്നേഹത്തിൽ ഉജ്ജ്വലിച്ച് നമ്മള് മുന്നോട്ടുള്ള പോക്ക് ഓരോ ദിവസവും വരുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വന്നില്ലെങ്കിൽ ആ പാപത്തിലുള്ള മരിച്ചു എന്നുള്ള അതൊരു സ്റ്റാറ്റിക് അവസ്ഥയല്ലല്ലോ. അല്ല, അത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കേണ്ടത്. അത് ഓരോ ദിവസവും സ്നേഹം പുതിയതെന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും ഇത് വേണം. അതാ മരിക്കുമ്പോൾ അവസാനത്തെ നമ്മുടെ ക്ലിനിക്കൽ ഡെത്തിലാണ് ഇതിന് സൈൻ അവസാനമായിട്ട് ചാർത്തുന്നത്. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഇത് പുതിയതായിട്ടൊന്ന് ഇത് ചെയ്യുന്നത് പോലെ പാവത്തോടുള്ള മരണത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകണം. അത്ര ജാഗരൂകതയിലേ. അങ്ങനെയല്ലേ? അത് ഓട്ടോമാറ്റിസത്തിലേക്ക് ഒരിക്കലും എപ്പം പോയോ അത് അന്നേരം തന്നെ നമ്മളിൽ അടുത്ത പ്രവർത്തനം തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് 26-ാം വയസ്സിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാലും ഫ്രാൻസിസ് അതിൽ അതുപോലെ ജ്വലിച്ച് അതുപോലെ തീക്ഷ്ണതയിലും അതുപോലെ ജാഗരൂകതയിലും സ്നേഹത്തിന്റെ അടിയുറച്ച് നിന്നില്ലെങ്കിൽ മാറിപ്പോവും. അപ്പൊ ഇതൊരു സ്വിച്ച് ഓഫ് ആകുന്ന സംഭവമല്ല. അല്ല, ഇതൊരു പിന്നെയും അങ്ങോട്ട് തീക്ഷ്ണമായിട്ടുള്ള ഫൈറ്റ് തന്നെയല്ലേ? പിന്നെ അതാ ദൈവത്തിന്റെ ആയുധങ്ങൾ മുഴുവൻ ധരിച്ചേ യുദ്ധത്തിലായിരിക്കുക എന്നുള്ളതാ. അങ്ങനെ പിന്നെ ഒരു കാമാൻ അങ്ങനത്തെ ഒരു ഇതിലോടല്ല. അല്ലല്ല, നമ്മൾ പിന്നെ യുദ്ധത്തിൽ തന്നെയാണല്ലേ? യുദ്ധം പക്ഷെ നമ്മൾ ആന്തരികത്തിൽ അങ്ങനെ സ്വീകരിക്കുകയല്ല, ഞാൻ ഇതിനോട് മരിച്ച് ജീവിക്കുവാന്ന്. അതെ. അപ്പൊ നമ്മൾ ഇനി ഒരിക്കലും ഇപ്പൊ നമ്മൾ ഇന്നൊരു നല്ലൊരു കൺവേർഷൻ ഇതിലേക്ക് നമ്മൾ വന്നാല് നമ്മൾ ഏറ്റവും എടുക്കേണ്ടത് നമ്മുടെ ഉള്ളില് ഇങ്ങനെ സ്നേഹത്തിനെതിരായിട്ടൊരു കോപം. അങ്ങനെ ഒരു സഹോദരൻ വേദനിക്കുന്ന എന്തേലും ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കാണും. എന്തെങ്കിലും ഒരു കുറെ മേഖലകളിലെ അവസ്ഥകളെ അത് നമ്മൾ മാറ്റിക്കളയണം. ആരേലും അങ്ങനെ എനിക്കുണ്ട് ഒത്തിരി. ഞാനത് അങ്ങനെ ഓരോന്നും മാറ്റി ഒരു സ്നേഹത്തിന്റെ ഒരു പോക്ക്. അപ്പൊ അത് ഉള്ളിൽ പോലും കോപം കയറി വരരുത്. ശരിക്കും എന്നാൽ നമ്മള് ഒരു അച്യുതണ്ടെന്ന് പറഞ്ഞു വെക്കേണ്ടതിലെ പ്രധാനപ്പെട്ട ഒന്ന് ഈ 1 കൊരിന്തോസ് 13 അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് ഇത്രയും വലിയതാ അത്. അത് ബൈബിളിനെ മുഴുവൻ ആ അധ്യായം മാറ്റിക്കളഞ്ഞാൽ കാര്യങ്ങൾ മുഴുവൻ മാറുക. അയ്യോ, ഞാൻ ആലോചിക്കുമ്പോൾ അതിനകത്ത് അത്രയും ബോധ്യം തന്നില്ലായിരുന്നു, സ്പിരിച്വാലിറ്റി മുഴുവൻ മാറിപ്പോയനെ. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന സ്പിരിച്വാലിറ്റി അയ്യോ, അതല്ലേ ഏറ്റവും ക്ലൈമാക്സ് മുഴുവൻ. പൗലോസിന്റെ നിർദ്ദാശിന്റെയും കട്ട് ചെയ്യല്ലേ? മാലാഖമാരുടെയും മനുഷ്യരുടെയും ഭാഷ എറിഞ്ഞാലും സ്നേഹമില്ലെങ്കിലേ ഞാൻ ചിലമ്പുന്ന ചേങ്ങലയോ കൈത്താളോ ആയിരിക്കും. പ്രവചനപരം കൊണ്ടായിരിക്കുകയും എല്ലാ ജ്ഞാനം കൊണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിയുകയും ചെയ്താലും മല മാറ്റുന്ന വിശ്വാസം ഏറ്റവും ക്ലൈമാക്സ് അല്ലേ അത്? സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലെന്നാ. അപ്പൊ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഇതാ ക്ലൈമാക്സ് ആയിട്ട് എടുക്കുന്ന നമ്മളെ പ്രവചനപരങ്ങൾ എല്ലാം ഞാനും അറിഞ്ഞിരിക്കും. മലകളെ മാറ്റുന്ന വിശ്വാസം അത്രയും ക്ലൈമാക്സ് ആയിട്ടും പൗലോസ്ലീഹ അതാണ് ഒന്നുമല്ലെന്ന് പറയുന്നത്. അതിന്റെ അടുത്ത് പിന്നെ സമർപ്പണത്തിന്റെ പിന്നെ പറയുന്നത് ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സർവ്വസമ്പത്തും ദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല. കാരണം സ്പിരിച്വാലിറ്റിയുടെ നമ്മൾ സങ്കല്പിക്കുന്ന എല്ലാ ഹൈറ്റും കൊണ്ടുവരുവാണേ. ആ ഹൈറ്റ് ഒന്നുമല്ലെന്ന് പറഞ്ഞാണ് പിന്നെ പൗലോസ്ലീഹ എന്താണ് സ്നേഹം എന്ന് പറയുന്നത്. അതാ നമ്മൾ ഇന്നാണ് നമുക്ക് ഭയങ്കര വെളിച്ചം കിട്ടിയത്. അതാണ് ഇത്രയും വലിയ ഇതുണ്ടേലുവേ മലമാറ്റുന്ന വിശ്വാസം ഉണ്ടേലും എല്ലാ ജ്ഞാനം ഉണ്ടേലും പ്രവചനപരം ഉണ്ടേലും
അതിനേക്കാളും എല്ലാം മുകളില് അനുചിതമായി പെരുമാറാതിരുന്നാൽ നമ്മൾ സ്നേഹത്തിലാണ്. അതാ കിട്ടുന്നുണ്ടോ അത്? അയ്യോ, അതൊരു ഭയങ്കര ഇതാ കേട്ടോ. ഒരു ഭയങ്കര വെളിച്ചം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളിച്ചമാണ്. സൂക്ഷ്മതയിലേ കിട്ടുള്ളൂ അല്ലേ? ആ ഒരു അനുചിതമായി പെരുമാറാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സത്യത്തോട് ഐക്യപ്പെട്ടാണ്. ബാക്കിയെല്ലാം എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ആ പൗലോസ്ലീഹ പറയുന്ന ക്ലൈമാക്സുകളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ലാത്ത അവസ്ഥയാണ് നമുക്ക് പിന്നെ. എന്ന് പറഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ വിശ്വാസവും മല മാറ്റുന്ന വിശ്വാസവും എല്ലാ രഹസ്യവും അറിയുകയും ഇടയ്ക്ക് ഇതുപോലത്തെ ഒരെണ്ണം കയറിയാല് അതെല്ലാം പിന്നെ എല്ലാം ഓയിലായി പോവാ, ഒന്നുമല്ലെന്നായി പോവാ നമ്മൾ പിന്നെ. പക്ഷെ നമ്മൾ അനുചിതമായിട്ട് പെരുമാറാതിരിക്കുമ്പോൾ നമ്മൾ ഈ സ്നേഹസത്തയിലാണ്, കോപിക്കാതിരിക്കുമ്പോൾ സ്നേഹസത്തയിലാണ്, കരുണ കാണിക്കുമ്പോൾ കരുണയുള്ളപ്പോൾ സ്നേഹസത്തയിലാണ് നമ്മൾ. അങ്ങനെ ആ സത്തയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. ഇത്രയും ഉണ്ടായിരുന്നല്ലേ. അനുചിതമായ പ്രവർത്തിക്ക് എന്നാ പറയുക ഇംഗ്ലീഷിലെ? ലവ് ഡസ് നോട്ട് ഇൻസിസ്റ്റ് ആണോ? അതല്ലായിരിക്കും, സ്വാർത്ഥന്വേഷിക്കാന്നുള്ളതാണ് ഇത് മലയാളമാണ്. ഇംഗ്ലീഷിലെ ആ വാക്ക് അനുചിതമായ പ്രവൃത്തി. റൂഡ് അത് ആ വാക്കുകളുടെ അർത്ഥം നല്ലൊരു നോക്കണമെന്ന് പറഞ്ഞത്. ആ ഭാഗം ശരിക്കും പറഞ്ഞാ എന്നും വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും അയ്യോ, അതിനകത്ത് സത്ത ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അതിനകത്താണ് നമ്മുടെ പ്രാക്ടിക്കൽ ആ സ്പിരിച്വാലിറ്റിയിലെ ഇങ്ങനെ നമ്മുടെ കോർ പോയിന്റ്. അതാ കോറാതെ കെയർ ഔട്ട് കോർ. അത് നോക്കിയാൽ നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങും. അതാണ് കൺവേർഷന്റെ എല്ലാം അടിസ്ഥാനവും. അതുണ്ടാകുന്നില്ലെങ്കിൽ കൺവേർഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇമ്മ പറയാവുന്നുള്ളേ, പാവം ചെയ്യാതൊക്കെ അങ്ങ് പോകാവുന്നുള്ളൂ. ഒരു എത്തിക്കൽ പെർഫെക്ഷനിലൊക്കെ ആൾക്കാരെല്ലാം പറയും എന്നാന്നല്ല മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്തേക്കാൻ പറയും, കൈയടിച്ച്. പക്ഷെ സ്നേഹമില്ലെങ്കിൽ പറയും. അതാണ് ഈ നമ്മുടെ ഈ ആ സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് വരുന്നില്ല, സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഏറ്റവും പ്രധാനമായിട്ടേ ഫൈറ്റ് ചെയ്യുന്ന മേഖലയാണല്ലോ പ്യൂരിറ്റിയുടെ മേഖല. അപ്പൊ ആ മേഖലയിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് ഈ ചാരിറ്റിയുടെ മേഖലയിൽ അല്ലെങ്കിൽ ഈ സ്നേഹത്തിനെതിരായിട്ട് വരുന്നൊരു നെടുവീർപ്പ് പോലും ഉതിർക്കാത്ത രീതിയിൽ നമ്മള് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കണം. ആ ചെയ്യേണ്ട അല്ലേ? അത് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് മാറും. ഇപ്പൊ സ്നേഹത്തെ പ്രതി നമ്മൾ ആരെയും നമ്മളെ ഒരു നമ്മളൊരു ധ്യാനത്തിൽ ഈശോയുടെ മൗതിക ശരീരമാണല്ലോ ഇവരെല്ലാം ഇങ്ങനെ എന്നതാണെന്ന് പറയുമ്പോൾ ആ മൗതിക ശരീരത്തെ മൗതിക ശരീരമായിട്ട് കാണാനേ നമുക്ക് പറ്റണമല്ലോ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചൊരുക്കണം നമ്മുടെ കണ്ണുകള് മറ്റുള്ളവരെ അങ്ങനെ കാണാനുള്ള ഒരു ശേഷിയിലേക്ക് വളരാനേ. ആസക്തിയോടെ അല്ല നോക്കാതെ, കൗതുകത്തോടെ നോക്കാതെ ഇത് മൗതിക ശരീരമാണ് എന്ന് ഉള്ള രീതിയിൽ കാണാനേ ഈശോയുടെ മൗതിക ശരീരത്തോട് നമുക്ക് ആദരവല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരമല്ല ഉപയോഗം ഉണ്ടാകുന്നതേ. ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈശോയോടുള്ള ഭൗതിക ശരീരത്തോട് എതിരായിട്ടുള്ള ലംഘനമാണല്ലോ. ഈ ക്ഷമയെ പറ്റി പറയുന്നത് വചനത്തില് ഇങ്ങനെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബലിപീഠത്തിൽ ബസ്സിട്ട് പോയി ക്ഷമിതപ്പെടാൻ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു സൂക്ഷം നമ്മുടെ സ്നേഹത്തിലും നോക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയാൽ മറ്റേ ആൾക്ക് നമ്മുടെ വാക്കുകൊണ്ടൊരു ഇതുണ്ടാകാതെ രീതിയിൽ സൂക്ഷ്മത നോക്കണം. അത് നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരുന്നതിന്റെ ബ്യൂട്ടിയാണ് നമ്മുടെ ലൈഫ് എന്നറിയാം. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. നമുക്ക് അതാ ഞാൻ പറഞ്ഞ നമ്മൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോണ്ട് വേറെ ഗ്രാവിറ്റി ആയിട്ട് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് അത് പിശാചിന്റെ ഒരു യുദ്ധതന്ത്രവും കൂടെയാണ്. ബൈബിളിലൊക്കെ കാണുന്ന യുദ്ധതന്ത്രം അത്. ഒരു അപ്രധാന മേഖലയെ ആക്രമിച്ചിട്ടേ അങ്ങോട്ട് മുഴുവൻ ശ്രദ്ധയും ഇത് ചെയ്തിട്ടേ പ്രധാന മേഖലയെ ആക്രമിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് അത്. പ്രധാനപ്പെട്ട പട്ടാളക്കാർ ഇപ്പുറത്തോടെ വരും അന്നേരം. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ പിടിച്ചിരുന്ന പ്യൂരിറ്റിയുടെ മേഖലയിലെ കെയർഫുൾ ആകാൻ വേണ്ടി നമ്മളെ പിടിച്ചിട്ടിട്ട് ചാരിറ്റിയുടെ മേലെ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പലപ്പോഴും നമ്മൾ നല്ലവരെ നോക്കിക്കഴിയുമ്പോഴേ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പ്യൂരിറ്റി ഒരു ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഏറ്റവും ഒരു ആത്മാർത്ഥം കാണിക്കുന്ന ആത്മാവ് ഏറ്റവും നോക്കുന്ന പ്യൂരിറ്റി വേണം കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചാരിറ്റിയുടെ കാര്യം അന്നേരം ഒന്ന് ഇത് ചെയ്യുകയും
ഇപ്പൊ 1 കൊരിന്ത്യസ് 13 വെച്ച് നോക്കിക്കോണം ഓരോ കാര്യങ്ങളും. അന്നേരം നമ്മൾ സ്നേഹമാവുകയാണേ, അല്ലാതെ നമ്മൾ കോപമില്ലാത്തവരാകുവോ അനുചിതമായി പെരുമാറാതെ ആകുമല്ല. അനുചിതമായി പെരുമാറാതിരിക്കുമ്പോൾ നമ്മൾ സ്നേഹമായിട്ട് മാറുവാണ്. സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ലെന്നല്ലേ. ആദ്യം ഒരിക്കലും വരികയാണെങ്കിൽ ആദ്യത്തെ അവസ്ഥയിൽ മിണ്ടാതിരുന്ന് പഠിക്കുക, പിന്നെ പിന്നെ ആയിരിക്കും ശാന്തതയെ പറ്റി പഠിക്കേണ്ടതല്ലേ പതറെ? അല്ല, ആദ്യം നമുക്ക് മനസ്സ് വെച്ചാൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ജോർജ് കുട്ടി. അങ്ങനെ അങ്ങോട്ടെ ഇപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് കൃപ പ്രവർത്തിക്കൂല. അല്ല നമ്മുടെ സ്വന്തം അനുസരിച്ച് ഇത് നമ്മൾ ചെയ്യുന്നല്ലല്ലോ പറയുന്നത്. അതെ അതെ അതെ. നമ്മൾ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ കൃപയാണേ. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോന്ന് നിശബ്ദത പാലിച്ചേ ഇത് കയറി വരും. ഇത് കയറി വരാതെ നോക്കാന്നുള്ളത് ഭയങ്കര ആവശ്യമാണ്. ഇതങ്ങ് ശാന്തമാകുക എന്നുള്ളതേ അത്ര എളുപ്പമല്ലായിരിക്കും. പക്ഷെ ശാന്തമാകുകയാണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ കൃപയും കൂടെ നമ്മളിലോട്ട് സന്നിധിയും കൂടെ ആണല്ലോ. കൃപ സന്നിഹിതം അതുപോലെ അങ്ങനെയും കൂടെ ആണല്ലോ. നമ്മൾ ചുമ്മാ കേട്ട് ഇതൊരു തീരിയായിട്ടിരിക്കുമല്ലോ നമ്മളോട്ട്. ഇതിന്റെ ആ ഒരു ചെയ്യാനുള്ള കൃപയും കൂടെ നമ്മളിലോട്ട് വരും കൂടി ആണല്ലോ അല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഒരു കൺവേർഷനിൽ അങ്ങ് പോയാലുണ്ടല്ലോ ഒരു ഉപപീഠ പോക്കം. സ്നേഹം അസൂയപ്പെടുന്നില്ല എന്നൊക്കെ വചനമുണ്ടല്ലോ അല്ലേ? എന്നാലും എല്ലാം സ്നേഹമാവുക നമ്മളെ. അതെല്ലാം സ്നേഹമാവുന്നു. നമുക്കെല്ലാം കൺവേർഷന്റെ മാറ്റമാണല്ലോ അല്ലേ? കൺവേർഷന്റെ അടിസ്ഥാനം ഇതായില്ലെങ്കിൽ എല്ലാ കൺവേർഷൻ നടത്തിയിട്ടും കാര്യമില്ലല്ലോ സത്തയിലെ. അതെ അതെ അതെ. അതുകൊണ്ട് നമ്മളെ വിളിയെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മള് സ്വർഗത്തിൽ പോയി പരിശുദ്ധൻ പരിശുദ്ധൻ പാടാനല്ല, അവനെ പോലെ പരിശുദ്ധനായിരിക്കാനുള്ള വിളിയാണ്. നമ്മളെപ്പോഴും ആ പരിശുദ്ധൻ പാടുന്ന തന്നെ ഏറ്റവും വലിയ ഹൈസ്റ്റാന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. നമ്മളെ പുതിയ നിയമത്തിൽ വിളിച്ചിരിക്കുന്ന അതിനൊന്നും അല്ല. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനായിരിക്കാൻ. ഇങ്ങനെ ഈ സ്നേഹത്തിന്റെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ഈശോ പറയുന്നത് നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാവുന്നു. കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴേ ശത്രുക്കളെ സ്നേഹിക്കുകയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈശോ അതിന്റെ ആ ഇത് പറയുന്നേ. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും യു വിൽ ബി സൺസ് ഓഫ് മോസ്റ്റ് ഹൈ എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതന്റെ പുത്രന്മാർ. എല്ലായിടത്തും നമുക്ക് അതിന്റെ സൂക്ഷ്മം ഉണ്ടാവും. അല്ല, നമുക്ക് നഷ്ടപ്പെടുന്ന അത്യുന്നത പുത്രസ്ഥാനമല്ലേ. സത്യം നമുക്ക് ആ സ്നേഹമായി കഴിയുമ്പോഴേ പ്രവൃത്തി പ്രപഞ്ചം എല്ലാം മനസ്സിലാകാൻ തുടങ്ങും. എല്ലാവർക്കും നമ്മുടെ കണ്ണുകളിൽ കാരുണ്യം വരാൻ തുടങ്ങും. ഇനിയിപ്പോ നമ്മൾക്ക് മറ്റൊരാളുകളിൽ നിന്നൊരു സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മളതങ്ങ് വിശ്വസിച്ചോണം അല്ലേ? വിശ്വസിക്കണം. എന്നെ സ്നേഹിക്കുകയാണ്, അവരും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൽ അംഗമാണ്. അങ്ങനെ ആ വിശ്വാസത്തിൽ അങ്ങ് സ്നേഹിച്ചോണല്ലോ സാറേ. അങ്ങനെ നമ്മൾ സ്നേഹം അല്ല കിട്ടുന്നതല്ല, നമ്മൾ സ്നേഹം കൊടുക്കാനാണ് ഉത്സാഹിക്കേണ്ടത്. അതാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുണ്ടല്ലോ അല്ലേ? സ്നേഹം കൊടുക്കാനാണ് എപ്പോഴും നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതാ നമുക്കുള്ള സാധ്യത. അതല്ലേ? അതാ സ്നേഹം കൊടുക്കാന്നുള്ള സാധ്യത. അതെ അതെ അതെ. അതാ നെപ്പോളിയനൊക്കെ പറ്റിയത് അതാന്നാ പറയുന്നത്. ആരും പുറത്ത് പറയുന്നല്ല. നമ്മൾ തന്നെ നെപ്പോളിയൻ ആഗ്രഹിച്ചത് ഈശോ സ്നേഹിക്കപ്പെടുന്നു. ഈശോ സ്നേഹിക്കപ്പെടുന്ന പോലെ ഞാനും സ്നേഹിക്കപ്പെടണമെന്നാണ് നെപ്പോളിയൻ ആഗ്രഹിച്ചത്. ഈശോയ്ക്ക് വേണ്ടി കണ്ട ആത്മാക്കൾ എത്രയോ സ്ത്രീകൾ നല്ല കുലീനരും സൗന്ദര്യമുള്ളവരും ഒക്കെ സമർപ്പിച്ച് ജീവിക്കുന്നു. അങ്ങനെ സ്ത്രീ പുരുഷന്മാര്. അങ്ങനെ ഈശോ സ്നേഹിക്കപ്പെട്ടതുപോലെ സ്നേഹിക്കപ്പെടണമെന്നാണ് നെപ്പോളിയൻ ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാണ് നമ്മളെ വിളിച്ചത്. ആ വ്യത്യാസത്തിലാണ് മാറിപ്പോയ കാര്യങ്ങൾ മുഴുവൻ. നമ്മളും അറിയാതെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നെപ്പോളിയൻ മൈൻഡാ പലപ്പോഴും. അതാണ് നമ്മൾ ഇതിനകത്തൊക്കെ പറയുന്നത്. ആരെയും നമ്മുടെ ആടിന്റെ അല്ല പശുവിന്റെ അകിടത്തെ ഡാ പിടിക്കുന്നത് പോലെ ഇടിച്ചാൽ അത് സ്നേഹം ചേർക്കാനുള്ള ഇടിക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ ഇടിക്കുകയല്ല. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഇന്ന് തൊട്ട് സാധ്യമാണ്. നാളെ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ഫ്രീഡമുള്ള മനുഷ്യരായിട്ട് സ്നേഹത്തിന്റെ ഫ്രീഡം പ്രാർത്ഥിക്കുന്നത് പോലെ
എന്നോട് വേഗം അങ്ങനെ ചോദിക്കുകയും ചെയ്തു. ആ, സ്നേഹിക്കുന്ന സ്നേഹമാണ് ഫ്രീഡം. സ്നേഹമാണ് ഫ്രീഡം. ആ ഫ്രീഡത്തെയാണ് ഇപ്പോഴും എല്ലായിടത്തും തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈശോ കുരിശിൽ തെളിയിച്ചതാണ്. ഒരു യഹൂദരും ശാസ്ത്രികളും കൂടി ഈശോ ദൈവത്തിൻ്റെ ദൈവമല്ലെന്നോ അല്ല ദൈവത്തിൻ്റെ പുത്രനല്ലെന്നോ തെളിയിക്കാനായിട്ട് കുരിശിലെ ശ്രമിച്ചത്. പക്ഷെ ഈശോ കുരിശിൽ തെളിയിച്ചത് ദൈവത്തിൻ്റെ സർവശക്തി സ്നേഹമാണെന്നാണ്. ഇതൊരു ഭയങ്കര ഇതാകട്ടോ. അത് ഓൾമൈറ്റി പവർ ഗോഡ് ഈസ് ലവ്. ഒരു ദൈവം ശക്തനല്ലെന്ന് തെളിയിക്കാനാ ശ്രമിച്ചെന്നവരെ. ആ ദൈവപുത്രനല്ലെന്ന് തെളിയിക്കാനാണല്ലോ. ദൈവത്തിനല്ലെന്ന്. ശക്തി ഉണ്ടെങ്കിൽ ഇറങ്ങി വരുമല്ലോ കുരിശാണ്. അങ്ങനെയാണ് അവർ വിശ്വസിക്കാന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതല്ല ഈശോ സ്വീകരിച്ചത്. ദൈവത്തിന്റെ സർവശക്തി സ്നേഹമാണ് തെളിയിക്കുക. നല്ലൊരു മനസ്സിലായി എന്നാ ഇതാണെന്നറിയോ. നമുക്ക് സ്നേഹമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രകാശമാണ്. സൂര്യന് ഇപ്പോഴും പ്രകാശിക്കുമല്ലേ. സത്തേ എന്ന് പറഞ്ഞു. നേരെ നമ്മളൊരു വിളക്കെടുത്തുകൊണ്ട് കഥ പറയുന്നത് കേട്ടിരിക്കുന്ന പോലെ അല്ല, ഏതെങ്കിലും മുറിയിൽ ഇരുട്ട് ഉണ്ടോന്നേ വിളക്കെടുത്തോണ്ട് പോയി നോക്കുന്ന പോലെ ഇരിക്കും. ആ ഒരിടത്തും ഇല്ലല്ലോ. വിളക്കെടുത്തോണ്ട് പോകുമ്പോൾ വെട്ടം വരുമല്ലേ. ഒരു മുറിയിൽ ഇരുട്ടില്ല. പിന്നെ ലോകത്തിലെ ഓരോ പ്രശ്നങ്ങളും ഓരോ കലക്കത്തിലേക്കും നമ്മുടെ ആത്മാവ് സഞ്ചരിക്കുമ്പോഴും നമുക്ക് അവിടെ കൃപാവരത്തിലാണെങ്കിൽ അമ്മത്രേസ്യ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുഴുവൻ മേൽ അധികാരം തോട്ടമായിരിക്കും എന്ന് പറഞ്ഞ പോലെ അവിടെ പ്രകാശം കൊടുക്കാനുള്ള സാധ്യതയിലാണ് നമ്മളല്ലേ. സാധ്യതയില്ല. അതാ മദറൊക്കെ എത്ര വലിയ യുദ്ധം നടക്കുമ്പോഴും മദറേ അതിന്റെ ഇടയ്ക്ക് ആംബുലൻസുമായിട്ട് പോയി പിടിപ്പിക്കപ്പെട്ടവരെ എടുത്തോണ്ട് പോകുമല്ലേ. അവർ രണ്ട് ഗ്രൂപ്പും സമ്മതിക്കുമായിരുന്നു അതിന്. അല്ലേ. നേരം നമ്മുടെ മനസ്സ് മുഴുവൻ മാറുവേ. നമ്മുടെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പണ്ടിങ്ങനെ ഇതിനെക്കുറിച്ച് എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര അത് നമ്മുടെ നല്ലൊരു കോട്ട് പോലത്തെ പോയിന്റ് അതേ. ഇതിനെക്കുറിച്ച് എഴുതിയപ്പോഴാണ് എനിക്ക് ചിന്തിച്ചേ, ഗവൺമെന്റ് ഒത്തിരി ഇവരെ അനിഹിലേറ്റ് ചെയ്യാൻ വേണ്ടി മാവോയിസ്റ്റുകളെ അതാണ് ആ ഒരു ചാനത്തിലാണ് അത് കിട്ടുന്നത്. അതെല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒത്തിരി പൈസ മുടക്കി അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനകത്ത് അവരൊരു പ്രശ്നമാവുമായിരുന്നല്ലോ. അതെ. അന്നേരം എനിക്കൊരു സെന്റൻസ് പോലെ കിട്ടിയതാണ്, ദേ ആർ നോട്ട് അവർ പ്രോബ്ലം, ദെയർ പ്രോബ്ലം ഈസ് അവർ പ്രോബ്ലം. കിട്ടിയോ അതിന്റെ? അങ്ങനെ അവരല്ല നമ്മുടെ പ്രശ്നം, അവരുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം. അത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ കാര്യത്തിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു തിയറി. അതെ. കിട്ടിയോ ജോസഫ്? ദേ ആർ നോട്ട് അവർ പ്രോബ്ലം, ദെയർ പ്രോബ്ലം ഈസ് അവർ പ്രോബ്ലം. മനുഷ്യരല്ല നമ്മുടെ പ്രശ്നം, അവരുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ സ്നേഹമുള്ളപ്പോഴേ ഇതിന് വ്യത്യാസം കിട്ടിയോ? എക്സാമ്പിൾ ഒന്ന് പറഞ്ഞല്ലോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇപ്പം മാവോയിസ്റ്റ് തന്നെ എടുത്തു. അവർക്ക് അവര് ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ ഓരോ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാ അവര് ഫൈറ്റ് ചെയ്ത്. അപ്പൊ അവര് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് അവര് പ്രശ്നമായിട്ട് മാറി നമുക്ക്. അപ്പൊ അവരെ അനിഹിലേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത്. അല്ല നമ്മളല്ല ആരാണേലും. അപ്പൊ വാസ്തവം പറഞ്ഞാല് അവരല്ല നമ്മുടെ പ്രശ്നം, അവരുടെ പ്രശ്നമായിരുന്നു നമ്മുടെ പ്രശ്നമാകണ്ടേ. അവർക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ആയത്. നമുക്ക് അന്നേരം തോന്നിയത് രണ്ടാമത്തെ സെറ്റ് അവരെയാണ് പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷെ അവരുടെ പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിലുള്ള സോഴ്സ്. നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അവരുടെ പ്രശ്നത്തെയായിരുന്നു, അവരെ അല്ലായിരുന്നു. അതെല്ലായിടത്തും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധമായിരുന്നു. അത് ഭയങ്കര കോട്ട. അത് കോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെളിച്ചം. അതെ. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണേലും അല്ല നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഗണത്തിലാണേലും പലപ്പോഴും നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും അവരാണ് നമ്മുടെ പ്രശ്നമെന്ന്. പക്ഷെ അവരുടെ പ്രശ്നത്തെ നമ്മൾ ചിന്തിക്കുന്നില്ല. അവരുടെ പ്രശ്നമാണ് വാസ്തവം പറഞ്ഞ നമ്മുടെ പ്രശ്നം. അത് ഭയങ്കര ഒരു കോട്ടായിട്ട് നമുക്ക് വരേണ്ടത് നമ്മുടെ ഉള്ളിലെ. ദേ ആർ നോട്ട് അവർ പ്രോബ്ലം, ബട്ട് ദെയർ പ്രോബ്ലം ഈസ് അവർ പ്രോബ്ലം. ഇങ്ങനത്തെ സഭയിലെ പിളർപ്പിന്റെ കാര്യമൊക്കെ ചിന്തിക്കുമ്പോഴും അതും നമ്മൾ ആൾക്കാരെ അല്ലല്ലോ നോക്കുന്നത്. ദെയർ പ്രോബ്ലം ഈസ് അവർ പ്രോബ്ലം. അത് ഒറ്റ പോയിന്റ് കിട്ടിയാൽ ചിലപ്പോൾ അത് മതി കറക്റ്റ് ചെയ്യപ്പെടാം. അയ്യോ അതെനിക്ക് ഭയങ്കര, എനിക്കെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സത്യമാണ്. അതെ. ദേ ആർ അവർ പ്രോബ്ലം ആയി കഴിയുമ്പോഴേ ഈശോ ആദ്യം പറഞ്ഞ് ജഡ്ജ് ചെയ്തതെന്ന് പറഞ്ഞത് തുടങ്ങി എല്ലാ കൽപ്പനകളും ലംഘിക്കപ്പെടുകയാണ്. അതെ അതെ അതെ.
their problem അവര് നമ്മുടെ സഹോദരങ്ങളുമാണ്, ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളുമാണ്, എല്ലാം ആണല്ലോ. അപ്പൊ അവരൊരിക്കലും പ്രശ്നമാകേണ്ടവരല്ല. അല്ല. ഓ, അതൊരു ഭയങ്കര അതെനിക്ക് ഭയങ്കര ഒരു ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചിന്തിച്ചാലേ പറ്റും. ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അതിന്റെ അർത്ഥം കിട്ടത്തുള്ളേ, ഇതേ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു സെന്റൻസ് അതെ 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 കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിനൊക്കെ ഓരോന്നിനും അത്ര ലൈഫ് കിടക്കുവാണേ. ലോകത്തിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ അഡ്രസ് ചെയ്യാനുള്ള ഒരു ലൈഫ് അതിനുണ്ട്. ഒന്ന് മാറി ചിന്തിക്കാനായിട്ടേ. അങ്ങനെയാണ് നമ്മൾ പ്രകാശം കൊടുക്കണ്ടേ. അതാ ഞാൻ പറയുന്നത്, നമ്മളെല്ലാം ഇങ്ങനെ ഡീപ്പാകുന്നത് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടായാലേ അത് ഒരു പരിശുദ്ധമായ അസൂയ നമുക്കാകാം അങ്ങനെ ഉണ്ടാകുന്നവരെ കുറിച്ച്. പക്ഷെ അങ്ങനെ ഉണ്ടാകണം എപ്പോഴും ഞാനത് അങ്ങനെ എന്റെ ഉള്ളിലെ ആഗ്രഹം അതാ. എപ്പോഴും ഞാനത് നിങ്ങളോട് പറയുന്നതുവേ. എല്ലാവരും മോശ പറഞ്ഞതുപോലെ അതെ അതെ അതെ. ഒരുപക്ഷെ അന്ന് മാവോയിസ്റ്റിനെ ഒതുക്കാൻ നോക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് മതിയായിരുന്നു. അത്രയും പോലും വേണ്ട, അതിന് 1/3 പോലും വേണ്ടായിരുന്നു. ഉദാഹരണം കേട്ടോ. അങ്ങനെ ഓരോ മേഖലകളിലും സ്നേഹത്തിൽ പരിഹരിക്കേണ്ടതിനെ വിരോധത്തിലും ക്രോധത്തിലും പരിഹരിക്കാൻ ശ്രമിച്ചതാണ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഫ്രാൻസിനെ കുറിച്ച് പറയുന്ന ഒരു സൈന്യം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് 2 ലൈൻ കവിത കൊണ്ട് ഫ്രാൻസിസ് അതിനെ പരിഹരിച്ചു. രാജാവും അവിടുത്തെ മേജറും ബിഷപ്പും തമ്മിലുള്ള അല്ല, അവിടുത്തെ അസിസിലെ മേയറും ബിഷപ്പും തമ്മിൽ ഭയങ്കര കലഹമായിരുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ബിഷപ്പ് സ്പിരിച്വലായിട്ടുള്ളത് മേയറിന് ഡിനൈ ചെയ്യാൻ തുടങ്ങി, മേയർ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങള് പിതാവിനും ഡിനൈ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഭയങ്കര കലഹമായി, അത് ഭയങ്കര പ്രശ്നമായി. അന്നേരം ഫ്രാൻസിസ് ഇവരെ രണ്ടിനെയും കൂടെ വിളിച്ചിട്ട് ഈ സൂര്യകീർത്തനം പാടി. അതിനകത്ത് ഇങ്ങനെ ഈ അനുരഞ്ജനത്തിന്റെ ഒരു 1-2 ഇതുണ്ട്, ഭാഗ്യവാന്മാരെന്നൊക്കെ പറഞ്ഞ് അനുരഞ്ജനം ഇല്ലാതെ മരിക്കുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 3-4 ലൈനുണ്ട്. അത് കേട്ടപ്പോൾ ഇവർ 2 പേർക്കും ഭയങ്കര ഇതുണ്ടായി. 2 പേരും മറ്റേ മേയർ പോയി പിതാവിന്റെ കാൽക്കൽ വീണ് മാപ്പ് ഉപേക്ഷിച്ചു. മേയറിനെ ഭയങ്കര ആശ്ലേഷിച്ച് പിതാവും ഭയങ്കരമായിട്ട് തിരുവോണം നല്ല ഉണ്ട്. അത് ഭയങ്കര ഒരു ഹീലിംഗ് ഉണ്ടായി അവിടെ. അത് ഇവര് സൈന്യങ്ങൾ പോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഈശോയേ, എന്റെ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിലേക്ക് ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹമായിട്ട് ഞങ്ങളെ രക്ഷിക്കണമേ. പറഞ്ഞാലേ കുറെ കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ താനും അല്ലേ. ജീവിച്ചു കാണിച്ചതൊന്നും അതിരി നടക്കുന്ന എന്നാർക്കും പിടികിട്ടത്തില്ലല്ലോ. അല്ല, പറഞ്ഞാലേ കുറെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ താനുവേ. അല്ല, നമ്മളിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെ അല്ല, ഞാനതങ്ങ് മനസ്സറിഞ്ഞപ്പെട്ട് ജീവിച്ചാലെല്ലാം മനസ്സിലാകണമെന്നില്ലേ. ഇങ്ങനെ ഉണ്ടെന്നേ. എങ്ങനെയാ പറഞ്ഞേ? അല്ല, ഞാനിപ്പോ എനിക്ക് മനസ്സിലായ അനുസരിച്ച് നല്ലപോലെ ജീവിച്ചാലും നമുക്കെല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഇല്ല പറഞ്ഞേ. എഴുത്തിലൂടെ പോലും അതിനൊക്കെ പറയുമ്പോഴാണ് പിന്നെ ആ എഴുത്തിനകത്ത് ഇതെല്ലാം ഉണ്ടല്ലോ. പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അല്ല, റൈറ്റിംഗ്സിനകത്തൊക്കെ നമുക്ക് ചിലപ്പോ അല്ലാതെ കാണാൻ പോലും അറിയാതെ, പക്ഷെ എന്നാലും ബ്രദർ പറയുമ്പോഴത്തേക്ക് അത് റിവീൽ ചെയ്ത് റിവീൽഡ് ബട്ട് സീൽഡ് എന്ന് പറയുന്നത് പോലെ വചനമാണല്ലോ എഴുതുന്നത്. എന്നാലും വചനത്തിന്റെ നേച്ചർ എഴുതുന്നതിലും ഉണ്ടല്ലോ. റിവീൽഡ് ബട്ട് സീൽഡ്. മൊത്തം വചനത്തെ കാറ്റഗറിസം സീൽഡ് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. മൊത്തം വചനത്തെ കുറിച്ച് സീൽഡ് ചെയ്ത കുറെ വചനങ്ങളുണ്ട്. മറ്റേ നമ്മൾ അതിന്റെ മൊത്തം ഇത് ചെയ്തിട്ടില്ലെന്നോ ഉള്ളേ, മനസ്സിലാക്കിയിട്ടില്ലെന്നോ ഉള്ളു. സീൽ എന്നുള്ളതല്ല, അവന്റെ കാറ്റഗറിസിനകത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു വാക്കുണ്ടോ? അങ്ങനെ ഓർമ്മയുണ്ട്. പറയുന്നുണ്ടോ? സീലല്ലേ, സീലെന്ന് ചെയ്താൽ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലാത്ത അവസ്ഥയാണ്. ഇത് നമുക്ക്
നമുക്ക് പ്രാർത്ഥിച്ച് ഓപ്പൺ ആണ്, സീൽഡ് അല്ല. സീൽഡ് ആയിട്ടുള്ള കുറെ വചനങ്ങളുണ്ട്, അതല്ലാത്തതാവാ ഇപ്പൊ നമുക്കുള്ള റിവീൽഡ് ആയിട്ടുള്ളത്. നമുക്കെല്ലാം നിത്യരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇനീശോയുടെ രണ്ടാമത്തെ വരവ് വരെ ആവശ്യമായിട്ടൊരു മുഴുവൻ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ നമുക്ക് മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കിയതിന്റെ തിണ്ണയിലെത്തി എന്നുള്ളതാണ്. ഉള്ളിലും കയറാൻ നമുക്ക് തിണ്ണയിലെത്തി ഇത് ഉള്ളെന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്. പക്ഷെ മനസ്സിലാക്കാം, അത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ല. പക്ഷെ സീൽഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള കുറെ വചനങ്ങൾ സീൽഡ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എല്ലാം അല്ല. പ്രധാനപ്പെട്ടതെല്ലാം ഓപ്പണാ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കൃത്യമാക്കുണ്ടല്ലോ ഉണ്ട്. അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അത് സീൽഡ് നല്ലത്. മുഴുവൻ ഇത് ഇങ്ങനെ കിട്ടിയില്ലെന്നാ നമ്മുടെ കനിന്നൊക്കെ ചൂഷണം ചെയ്ത് അതിന് ഒരു വാക്കുണ്ട്, അസിമിലേഷൻ നടക്കുന്നതാണ്. അങ്ങനെ ഒരു കറക്റ്റ് വാക്കുണ്ട്, അതിന് തിയോളജിക്കൽ ടേമുണ്ട്. അത് കിട്ടുമോ നല്ലത്. അത് സംഭവിച്ചാന്ന് കണ്ടുള്ള രീതിയില്ല. ഈ ഏതോ ഗവൺമെന്റുകൾ ഇങ്ങനെ പ്രായമായ ഇങ്ങനെ ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന് ഉപകാരമില്ലാതായവരെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള തീരുമാനം എടുത്തെന്നുള്ള രീതിയിൽ മാതാപിതാക്കളെയൊക്കെ ഒരു അവരെ അന്നേരം ഇങ്ങനെ ചുമ്മാ വനത്തിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ തള്ളുക, കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലും കണ്ട ഇത് പറയുന്നത്. അന്നേരം ഒരു മകന് അങ്ങനെ അമ്മയെ ഇങ്ങനെ ഉൾവനങ്ങളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി അങ്ങനെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് അമ്മയ്ക്കും അറിയാതെ ഇങ്ങനെ ഇതുണ്ടെന്നേ. അന്നേരം അമ്മ ഇങ്ങനെ പോകുമ്പം അമ്മ മുന്നേ നടക്കുക, ഒരു വാക്കത്തിയൊക്കെ എടുത്ത് മുന്നേ പോകുമ്പോഴേ കാടൊക്കെ വെട്ടി കളയാൻ കൊണ്ടുപോവാ. പക്ഷെ എന്നാലും വരുന്ന മകന് കാടേ വഴി തെളിച്ച് ചെറുപ്പത്തിൽ കേട്ട എനിക്ക് ഭയങ്കര സ്പർശിച്ചൊരു കഥ പോലെയുള്ള. ഞാൻ ചെന്നോട് പറയാമെന്ന് ചോദിക്കാൻ പോയത് പറയുന്നല്ലേ. ഇടയ്ക്കെല്ലാം ഞാൻ ഒത്തിരി കരളിന്റെ അല്ലേ. അതിങ്ങനെ ഒരു യുവാവും യുവതിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അന്നേരം കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേനും പെങ്കൊച്ച് ഭർത്താവിനോട് അതിന്റെ മറ്റേ യുവാവിനോട് പറഞ്ഞ്, ഞാൻ നിന്റെ ഭാര്യയാകണമെങ്കിൽ നിന്റെ അമ്മയെ കൊന്നിട്ട് അമ്മയുടെ ഹൃദയം ഒരു അത്തിയലക്കകത്ത് പൊഴിഞ്ഞ് എൻ്റെ കൈ കൊണ്ട് തരണമെന്ന് പറഞ്ഞു പുള്ളിക്കാരി. അപ്പം മകൻ ആലോചിച്ച് മകന് വിഷമമുണ്ട്. പക്ഷെ ഇവളെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കിയിട്ട് വേറെ മാർക്കൊന്നുമില്ല. അന്നേരം അവസാനം ഇങ്ങനെ ഹൃദയം അത്തിയലക്കകത്ത് എടുത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവന്റെ കാല് തട്ടി, കല്ലയിലേ കാല് തട്ടിയപ്പം അതിനകത്ത് അത്തിയലക്കകത്തുനിന്ന് ഹൃദയം ചോദിച്ചു, മോനെ കാലിന് വല്ലതും പറ്റിയോ? കഥ പോലെയാണേലും ദൈവത്തിന്റെ ഒരു ചെങ്ങാരി വെച്ച് പറഞ്ഞിട്ടുണ്ട്, മനസ്സിനാരി വെച്ച് പ്രസംഗത്തിനകത്ത്. അന്ന് എനിക്ക് പറയത്തില്ല, ഞാൻ കരഞ്ഞു പോയി. ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പള്ളിക്കല് ആൾക്കാരൊക്കെ കരയായിരുന്നു. ആദ്യം ചെങ്ങാരി വെച്ച് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുള്ളൂ.